So coming to assignment, 11th assignment. So which of the following sampling method ensures that valid conclusions can be drawn about different subgroups in a population? So the question is different subgroups in a population. So that is called as a stratified random sample. ഒരു സാമ്പിൾ എടുത്തിട്ട് ലൈക്ക് വേണമെങ്കിൽ അതിനെ സ്ട്രാറ്റിഫൈ ചെയ്യാം, മെയിൽസ് ഫീമെയിൽസ് അല്ലെങ്കിൽ ഇൻകം വെച്ചിട്ട് സ്ട്രാറ്റിഫൈ ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പിൽ നിന്നും കുറേ സാമ്പിൾസ് എടുക്കുന്നതിനാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിൾ. സോ ഹിയർ ഇൻ ദ ക്വസ്റ്റ്യൻസ് ദേ ഹാവ് ഗിവൻ sample is drawn from different subgroups in a population. So it is stratified random sampling. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ്, ഇപ്പോൾ ഒരു സ്കൂളിൽ 5000 സ്റ്റുഡൻസ് ഉണ്ട്. അതിന്ന് റാൻഡമായിട്ട് എന്തെങ്കിലും കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത് നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ട് അത്രയും കുട്ടികളെ സെലക്ട് ചെയ്യുന്നു, അതിന്നൊരു സാമ്പിൾ. സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്കൂളിൽ അത്ര 5000 പേരുണ്ട്, അതിൽ നമ്മൾക്ക് 500 പേരെങ്ങാണ്ട് വേണം. അപ്പോൾ ഓരോ 10 എല്ലാവരെയും ഓർഡറിൽ വെച്ചിട്ട് ഇത് അത് ഇൻ്റർവൽസ് ഓഫ് 10 വെച്ചിട്ടുള്ള ഇൻ്റർവൽസിലുള്ള സ്റ്റുഡൻസിനെ കളക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് ഈ 1 to 10 ഏതെങ്കിലും ഒരു റാൻഡം നമ്പറിനെ സെലക്ട് ചെയ്യും കമ്പ്യൂട്ടറിൽ. അപ്പോൾ അതിൽ റാൻഡമായിട്ട് പിക്ക് ചെയ്യുമ്പോൾ ഒരു ആറാമത്തെ നമ്പറായിരിക്കും കിട്ടുന്നത്. അവിടുന്ന് എവറി 10th individual will be selected. That is 6, 16, 26, 36th number, 46th number. That is systematic random sampling. Cluster random sampling എന്ന് പറയുന്നത് like if you want to study the incidence of incidence or prevalence of COVID in medical college hospitals, medical colleges, നമ്മളത് ക്ലസ്റ്റർ വേണമെങ്കിൽ എടുക്കാം. ദാറ്റ് ഈസ് എല്ലാ മെഡിക്കൽ കോളേജസ് ഇൻ ഇന്ത്യ. സോ ആ ക്ലസ്റ്ററിന് ലൈക്ക് ഒരു ഗ്രൂപ്പ് എടുക്കാം. ദാറ്റ് ഈസ് യു മേ ഫ്രം നോർത്ത് ഇന്ത്യ യു ക്യാൻ സെലക്ട് വൺ മൗലാന അബ്ദുൽ കലാം, മൗലാന ആസാദ് മെഡിക്കൽ കോളേജസ് നോർത്ത് നിന്ന് സെലക്ട് ചെയ്യാം. സൗത്ത് നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ചെയ്യാം. ഈസ്റ്റ് നിന്ന് വേറെ ഭുവനേശ്വർ എടുക്കാം. വെസ്റ്റ് നിന്ന് ബോംബെയിലുള്ള ഏതെങ്കിലും ഒരു കോളേജ് എടുക്കാം. So that is called as cluster random sample. Which of the following about simple random sampling method is false? Simple random sampling false എന്ന് ചോദിച്ചിട്ടുള്ള. So simple random sampling you need a complete list of the units in the target population. That is ഇപ്പോൾ സ്കൂളിൽ നിന്ന് ആണ് ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എടുക്കുകയാണെങ്കിൽ ആ സ്കൂളിലത്തെ എല്ലാ സ്റ്റുഡൻസിൻ്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് വേണം. ദാറ്റ് ഈസ് കോൾഡ് എ സാമ്പിളിംഗ് ഫ്രെയിം. പിന്നെ ഇറ്റ് ഡ്രോസ് യൂണിറ്റ്സ് ഫ്രം ദ ടാർഗറ്റ് പോപ്പുലേഷൻ റാൻഡംലി. അത് ശരിയാണ്. കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്ത ഓരോ നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ട് ലൈക്ക് യു ക്യാൻ ഡ്രോ സ്റ്റുഡൻസ് ഫ്രം ദ സ്കൂൾ. ഇറ്റ് ഗേവ്സ് ഈക്വൽ ചാൻസ് ഓഫ് സെലക്ഷൻ ടു എവറി യൂണിറ്റ് ഇൻ ദ ടാർഗറ്റ് പോപ്പുലേഷൻ. എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഉണ്ടാവും. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ ദാറ്റ് ഈസ് ഈക്വൽ ചാൻസ് ആണ് ഫോർ സെലക്ഷൻ. B is wrong. Purposive sampling is a type of simple random sampling അല്ല. Purposive sampling കൺവീനിയൻസ് സാമ്പിളിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു സെയിം ആണെന്ന് തോന്നുന്നു. ദാറ്റ് ഈസ് ഹോസ്പിറ്റലിൽ വന്നിട്ട് ആദ്യത്തെ 10 പേര്, ഒ പിയിൽ കാണുന്ന ആദ്യത്തെ 10 പേരെ നമ്മൾ സെലക്ട് ചെയ്യുക. അത് റാൻഡം അല്ലല്ലോ. ദാറ്റ് ഈസ് കോൾഡ് എസ് പർപ്പസിവ് സാമ്പിളിംഗ്. സോ ഇറ്റ് ഈസ് എ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. വൈൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. സാമ്പിളിംഗ് അച്ചീവ്സ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഇപ്പോൾ ഒരു സ്കൂളിലൊരു സ്റ്റഡി നടത്തണമെങ്കിൽ 5000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എല്ലാവരെയും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. സോ യു ആർ സെലക്ടിങ് ഫ്യൂ പീപ്പിൾ ഫ്രം ദാറ്റ്. സോ യു ക്യാൻ ആൻഡ് ഓൾസോ ദെൻ യു ആർ ഒബ്റ്റെയിനിങ് എ value, and that value will be extrapolated to the whole school. So you can efficiently utilize the resources. So B, elimination of random error, accurate results, complete enumeration of population alla answer. Sampling achieves efficient utilization of resources. In a simple random sampling, it is a probability sampling. So
the chance of selection is equal ആണ് ആൻസർ. ദറ്റ് ഈസ് ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്തിട്ട് ചെയ്താൽ ഹെഡ്സോ അല്ലെങ്കിൽ ടെയിൽസ് ആയിരിക്കുന്നത്. ദ പ്രോബബിലിറ്റി ഓഫ് ഹെഡ്സ് ഇസ് 0.5. വി നോ ഇറ്റ് ഇസ് 0.5, 1 out of 2 അല്ലേ. The probability of tails falling is 1 out of 2. So we know the probability, that is, and it is equal. Which one of the following biases is prevented by an appropriate sampling technique? So sampling technique എന്ത് bias ആണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്? So that is volunteer bias ആണ് പ്രിവെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. വോളണ്ടിയർ ബയസ്. എൻ്റെ ആൻസർ ഇവിടെ തെറ്റാണ്. ഇറ്റ് ഇസ് വോളണ്ടിയർ ബയസ്. അപ്പോൾ വോളണ്ടിയർ ചെയ്തിട്ട് വരുന്ന ആൾക്കാരല്ലല്ലോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, നമ്മൾ റാൻഡംലി നമ്മൾ സെലക്ട് ചെയ്യില്ലേ. In a neighborhood with 5,000 houses, a researcher wants to obtain a systematic random sample of 50 houses. What will be the sampling interval in this case? So 5,000 ഹൗസസിൽ 50 ഹൗസസ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 5,000 ഡിവൈഡഡ് ബൈ 50 എന്ന് പറയുന്ന 100 ആണ്. അപ്പോൾ എവറി 100 ഹൗസസിൻ്റെ ഇൻ്റർവെല്ലിൽ നമ്മൾ ഓരോ വീടിനെ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ നമ്പർ സെലക്ട് ചെയ്യുന്ന 1 to 100 ഇല്ലേ, ഈ 100-നേക്കാളും ചെറിയൊരു നമ്പർ റാൻഡംലി പിക്കപ്പ് ചെയ്യും. അത് വേണമെങ്കിൽ 32 ആവാം, 23 ആവാം, 63 എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ സപ്പോസ് 63 ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സാമ്പിൾ സെലക്ട് ചെയ്യുന്ന 63, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 163 നമ്പറുള്ള വീടായിരിക്കും, 263, 363, 463 അങ്ങനെ 4063 വരെയുള്ള നമ്പേഴ്സിനെ സെലക്ട് ചെയ്യും. Which one of the following statement about cluster sampling is false? So I told about medical colleges cluster. That is, medical variability between the clusters is assumed to be high. That is, your mistake is comparing different medical colleges അല്ലേ. ഓരോ മെഡിക്കൽ കോളേജസ് ഒരു ക്ലസ്റ്ററാണ്. അപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജസ് ഏകദേശം ഒരേപോലെയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അത് ഹൈ ആണെങ്കിൽ ക്ലസ്റ്റർ സാമ്പിളിങ് നല്ലതല്ല. കോവിഡിൻ്റെ ഇൻസിഡൻസസ് ഒക്കെ കളക്ട് ചെയ്യുകയാണെങ്കിൽ സപ്പോസ് ട്രിവാൻഡ്രത്തുള്ള ഒരു കോളേജ് ഉണ്ടല്ലോ, ഒരു പ്രൈവറ്റ് കോളേജസ് ഒട്ടും പേഷ്യൻസ് ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു കോളേജ്, ഇഫ് യു കമ്പയർ ഇറ്റ് വിത്ത് കോട്ടയം മെഡിക്കൽ കോളേജ്, അതിൻ്റെ ഫൈൻഡിങ്സ് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലസ്റ്റേഴ്സ് സെലക്ട് ചെയ്യരുത്. So variability between clusters is assumed to be low. അതാണ്. Then another one is units within the cluster is heterogeneous. That means എല്ലാവരും എന്താണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലുള്ള എല്ലാവരും എന്താണ് ഇമ്മ്യൂണോ സപ്രസ്ഡ് ഉള്ള ഇൻഡിവിജ്വൽസ് ആണ്. പക്ഷേ കോട്ടയത്തുള്ളതെല്ലാം എല്ലാവരും എന്താ പറയുക ഹെറ്ററോജനസ് പോപ്പുലേഷനാണ്. അപ്പോൾ ഏതായിരിക്കും കൂടുതൽ ശരിക്കും പോപ്പുലേഷനിലേക്ക് എക്സ്ട്രപോളേറ്റ് ചെയ്യാനുള്ള ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടുക? യൂണിറ്റ്സ് വിതിൻ എ ക്ലസ്റ്റർ ഷുഡ് ബി ഹെറ്ററോജനസ്. എല്ലാവരും ഒരേപോലെ ഉള്ളതാണെങ്കിൽ അതിൻ്റെ ഫൈൻഡിങ്സ് ശരിയാവില്ലല്ലോ. അപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കുറേ പേര് ഇമ്മ്യൂണോ സപ്രസ്ഡ്, എല്ലാവരും ഹോമോജനസ്ലി ദറ്റ് ദി ആർ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഉണ്ടെങ്കിൽ കോവിഡിൻ്റെ ഇൻസിഡൻസ് അവിടെ കൂടില്ലേ. So units within a cluster should be heterogeneous. Sampling frame of entire study area is not required. എല്ലാ ഇന്ത്യയിലത്തെ എല്ലാ മെഡിക്കൽ കോളേജസിൻ്റെ എല്ലാ പേരും മറ്റേതൊന്നും വേണ്ടി വരില്ല. ഒരു നോർത്ത് നിന്ന് ഒരു ഏരിയ, ഈസ്റ്റിൽ നിന്നും വെസ്റ്റിൽ നിന്നും സൗത്തിൽ നിന്നും ഓരോന്ന് മതി. But the problem is sampling error is very difficult to measure. Sampling error is easy to measure in simple random sampling. Which one of the following statements about multi-stage sampling is true? Multi-stage sampling എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എലക്ഷൻ്റെ റിസൾട്ട്സൊക്കെ ചെയ്യുകയാണെങ്കിൽ, പാർലമെൻറ്റ് എലക്ഷൻ്റെ അത് ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തു നിന്നും കുറേ ഒരു 100 സ്ഥലത്തുള്ള ചെയ്തു 100 സ്ഥലത്തുള്ള സാമ്പിൾസ് എടുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം എല്ലാം സ്റ്റേറ്റ്സ് സെലക്ട് ചെയ്യും.
അപ്പോൾ നോർത്തിലൊരു സ്റ്റേറ്റ്, സൗത്തിലൊരു സ്റ്റേറ്റ്, ഈസ്റ്റിൽ വെസ്റ്റിലൊരു സ്റ്റേറ്റ്. അതാണ് ഒരു ഫസ്റ്റ് സ്റ്റേജ്. ആ സ്റ്റേറ്റിൽ പിന്നെ കുറേ ഡിസ്ട്രിക്ട്സിനെ സെലക്ട് ചെയ്യും. പിന്നെ ആ ഡിസ്ട്രിക്റ്റിൽ കുറേ താലൂക്സ് സെലക്ട് ചെയ്യും. ആ താലൂക്സിൽ കുറേ വില്ലേജസ് സെലക്ട് ചെയ്യും. ആ വില്ലേജസിൽ ചില എന്താണ് വാർഡ് സെലക്ട് ചെയ്യും. അപ്പോൾ എന്നിട്ട് ആ ഒരു വാർഡിലായിരിക്കും നമ്മൾ ആ ഇലക്ഷൻ്റെതൊക്കെ നമ്മൾ സർവേ നടത്തുന്നത്. അപ്പോൾ അതിനാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ട്രൂ അബൌട്ട് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്? ഇറ്റ് സേവ്സ് റിസോഴ്സസ് ആസ് കമ്പയർഡ് ടു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഇപ്പോൾ ഇന്ത്യയിലത്തെ ഫുള്ള് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഫുൾ പോപ്പുലേഷനെ നമ്മൾ പേരെടുത്തിട്ട് എല്ലാം ചെയ്യണമെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇറ്റ് റിക്വയർസ് കംപ്ലീറ്റ് ലിസ്റ്റിംഗ് ഓഫ് ദ എൻറ്റയർ പോപ്പുലേഷൻ. ദാറ്റ് ഈസ് നോട്ട് ട്രൂ. Its sampling error can be easily measured. It is not true. Sampling error can be easily measured in simple random sampling. ബാക്കിയുള്ളതിലൊന്നും പറ്റില്ല. It is not suitable for sampling from a large population. So multi-stage sampling എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? When there is a large population. So it also saves resources. That is the correct answer. Which one of the following about stratified random sampling is false? I told you stratified random sampling എന്ന് പറയുന്നത് എല്ലാ സിമ്പിൾ റാൻഡം സാമ്പിളിങ് പോലെ തന്നെ, പക്ഷേ ഇതിൽ എന്ത് ചെയ്യും, ഈ പോപ്പുലേഷനെ വേണമെങ്കിൽ സ്ട്രാറ്റിഫൈ ചെയ്യാം. വേണമെങ്കിൽ മെയിൽസും ഫീമെയിൽസായിട്ട് മെയിൽസിൽ നിന്ന് കുറച്ച് പേരെടുക്കുക, ഫീമെയിൽസിൽ നിന്ന് കുറച്ച് പേരെടുക്കുക. അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ എടുക്കുകയാണെങ്കിൽ ഇൻകം വൈസായിട്ട് ലോ ഇൻകംന്നും മീഡിയം ഇൻകംന്നും ഹൈ ഇൻകം ക്ലാസ്സിൽ നിന്ന് കുറേ ഇൻഡിവിജ്വൽസിനെ എടുക്കുക. അല്ലെങ്കിൽ എന്താണ് സ്മോക്കേഴ്സിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് കുറേ പേര്, നോൺ സ്മോക്കേഴ്സിന് വേറെ കുറേ. സോ അപ്പോൾ ഓരോ ഗ്രൂപ്പും വിത്തിൻ യൂണിറ്റ് വിത്തിൻ എ സ്ട്രേറ്റ ആർ ഹോമോജനസ്. ദാറ്റ് ഇസ് കറക്റ്റ്. സിമ്പിൾ സാമ്പിൾ ഇസ് ടേക്കൺ ഫ്രം every strata. That is also correct. Precision improves with lower numbers sampled in each stratum. അത് തെറ്റാണ്. ഇപ്പോൾ ഓരോ സ്ട്രാറ്റയിലും ഇപ്പോൾ മെയിൽസിൻ്റെ അതിൽ നിന്ന് കുറച്ച് പേരേ ഉള്ളൂ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫൈൻഡിങ്ങിൻ്റെ പൊസിഷൻ ഡിക്രീസ് അല്ല ചെയ്യുന്നത്. സോ C is wrong. Then stratum specific estimates are weighted to obtain overall estimate. That is true. Then 10th, state whether true or false. Commonly used statistical interference have assumption of a probability sample. നമ്മൾ P is less than 0.05 എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? P എന്ന് പറയുന്ന probability is less than 0.05. That is true. So commonly used statistical inferences have assumption of a probability sample. So that brings to the end of assignment 11.